ഈ ഒരു വീഡിയോ എല്ലാവരും കാണാം. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ സന്തോഷവും സമാധാനമാണ് അല്ലേ. അപ്പോൾ എനിക്ക് സമാധാനം വേണം, എനിക്ക് സന്തോഷം വേണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നോക്കുന്നത്, ലക്ഷ്യമിടുന്നത് പൈസ. അപ്പോൾ ഇപ്പോൾ ഒരു നല്ലൊരു ബിസിനസ് മാൻ വരുന്നുണ്ട്, നല്ല റോളക്സ് വാച്ച്, നല്ല വണ്ടി, നല്ല വിലപിടിപ്പുള്ള ആഡംബര കാറ്, നല്ല ഡ്രസ്സ്, ഒരുപാട് ബിൽഡിങ്, ഇങ്ങനെല്ലാം അവനെ നോക്കി നമ്മൾ എനിക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല, അവനെ പോലെ ആകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ആ ചങ്ങായിയോട് തന്നെ ഈ റോളക്സ് കെട്ടിയ മനുഷ്യനോട് പോയി അവൻ കെട്ടിയ റോളക്സ് വാച്ചാണെങ്കിലും നീ കെട്ടിയത് ഒരു 50 റുപ്യന്റെ വാച്ചാണെങ്കിലും അത് രണ്ടിന്റെയും സമയം കാണിക്കുന്നത് വാച്ച് എന്തിനുള്ള സമയം നോക്കുകയാണ്. സമയം അവന് റോളക്സ് വാച്ച് കെട്ടിയത് കൊണ്ട് അവന്റെ ഹൃദയമിടിപ്പ് കൂടോ അല്ലെങ്കിൽ അവൻ മനസ്സമാധാനം കൂടോ ഒന്നും ചെയ്യുന്നുണ്ട്. ഒരു മാറ്റവും അവന്റെ ഹൃദയമിടിപ്പിനും കൂടുന്നില്ല. സമാധാനം ആ വാച്ച് നൽകില്ല. കാരണം ഈ സമാധാനവും നൽകുന്ന ഈ മെറ്റീരിയലിസത്തിന് സമാധാനം കൊടുക്കാൻ കഴിയില്ല. അവന് വലിയൊരു കാറ്, വണ്ടി, വിലപിടിപ്പുള്ള കാറ് അവൻ എന്തിനാ യൂസ് ചെയ്യുന്ന? ഒരു സ്ഥലത്തിന് പിന്നെ ഒരു സ്ഥലത്തേക്ക് പോകാൻ. ആ സ്ഥലത്തേക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ തന്നെ ആ കാറ്, ആ വലിയ കാർ എന്ന് പറഞ്ഞിട്ട് വലിയ ആഡംബര കാർ എന്ന് പറഞ്ഞിട്ട് അവനെ മരണത്തിൽ നിന്ന് ആ കാറ് തടയിലിരിക്കണം. ഒരു കൂടുതൽ ആക്സിഡന്റ് നടക്കുന്ന അതും വലിയ കാറാണ്. അതിലുള്ള എല്ലാ ആൾക്കാരും എനിക്ക് നമ്മൾ കാണുന്നുണ്ട്. കാറ് മേടിക്കണ്ട, റോളക്സ് മേടിക്കണ്ട എന്നല്ല. അപ്പൊ നമ്മൾ അവരെ നോക്കിയിട്ട് അവർ കൂടുതൽ സന്തോഷവാന്മാരാണ് എന്ന് അവരുടെ സ്റ്റാറ്റസ് നോക്കി നമുക്ക് കിട്ടിയ അനുഗ്രഹത്തെ കുറിച്ച് വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരിക്കലും അത്തരം കാര്യങ്ങൾ, ആഡംബര കാര്യങ്ങൾ റീൽസിൽ കാണാൻ നോക്കി നിങ്ങൾ സന്തോഷത്തിന് അളക്കി എനിക്ക് കിട്ടിയത് പോരാ എന്ന് ചിന്തിക്കാൻ പാടില്ല. കാരണം നമ്മളെ കയ്യിൽ എന്താണ് ഉള്ളത്? ലോൺ എടുക്കണ്ട, അവനെ പോലെ കോപ്പി അടിക്കണം. അങ്ങനെയാണ് ആൾക്കാർ സമാധാനം ഇഷ്ടപ്പെടുന്നത്. ജീവിക്കാൻ വളരെ എളുപ്പമാണ്. മറ്റുള്ളവരെ പോലെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് സമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങുന്നത്. നമുക്ക് കാറ്, നിന്റെ കയ്യിൽ ഒതുങ്ങിയ കാർ എന്തിനാണുള്ള? അങ്ങൊന്നും ഇങ്ങോട്ട് പോകാൻ നിനക്ക് എളുപ്പമാകാൻ ഒരു കാറ്, ഒരു പണി വരാത്ത, ഒരു ബുദ്ധിമുട്ടാക്കാത്ത ഒരു ചെറിയൊരു കാർ, അത് അനുഗ്രഹമാണ്. നിനക്ക് എത്ര പൈസ കൊടുക്കാൻ പറ്റും ആ പൈസ. അതിന് പൈസ ഇല്ലെങ്കിൽ, കാറില്ലെങ്കിൽ ഇവിടെ മെട്രോ ഉണ്ട്, ബസ് ഉണ്ട്, ഇങ്ങോട്ട് എല്ലാ സൗകര്യം അല്ല ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നീ നിന്റെ പൈസയിൽ ഒതുങ്ങുന്ന ജീവിക്കാനുള്ള എല്ലാ സൗകര്യവും അത് നമ്മൾ മറ്റവനെ കോപ്പടിക്കാതിരിക്കാനാണ്. അപ്പൊ അത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് സമാധാനം ഉണ്ട് എന്ന് ഇല്ല. സമാധാനം അതിലൊന്നല്ല. സമാധാനം യഥാർത്ഥം അങ്ങനെയാണെങ്കിൽ ഞാൻ ജോയി അല്ലെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അവർ എല്ലാം ഹെലികോപ്റ്റർ അടക്കം സ്വന്തം ഫ്ലൈറ്റ് 35-ാം വയസ്സിൽ വാങ്ങിയ മനുഷ്യനാണ് വെടികൊണ്ട് മരിച്ചത്. എന്തിനാ? അയാൾക്ക് സമാധാനം ഇല്ല. അത്ര ഉണ്ടായിട്ടും അത് മാത്രമല്ല, എത്ര സമ്പന്നന്മാർ ഡിപ്രഷനാണ്. എന്ത് സമാധാനം? അപ്പൊ സമാധാനത്തിന്റെ സോഴ്സ് ഉള്ളത് നമ്മളുടെ കയ്യിൽ എന്താണ് ഉള്ളത് അതിൽ സമാധാനം കണ്ടെത്തി, അതിൽ സംതൃപ്തി നമ്മൾ സ്വയം കണ്ടെത്തി. ഓരോ ദിവസവും നമ്മൾ ഉള്ളതിന് അനുഗ്രഹം അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അള്ളാഹു സമാധാനം തന്നുകൊണ്ടേയിരിക്കും. അതിനെങ്ങനെയാണ് നന്ദി പറയേണ്ടത്? അള്ളാഹുവിന് നന്ദി പറഞ്ഞാൽ അത് വർദ്ധിപ്പിച്ചു തരും. നിന്റെ ഒരു കിഡ്നിക്ക് 2 കിഡ്നി ഉണ്ട്. ഒരു കിഡ്നി ഫെയിലായാലും 35 ലക്ഷമാണ്. ആ 2 കിഡ്നി 70 ലക്ഷത്തിന്റെ 2 കിഡ്നി അള്ളാഹു എല്ലാ ദിവസവും ഫിൽട്ടർ ചെയ്ത് നിങ്ങൾക്ക് ആരോഗ്യമല്ലേ പോയി നിനക്ക് കൊടുക്കോ? ഒരു കിഡ്നി ഒരാൾ ചോദിക്കും 35 ലക്ഷം ഞാൻ തരാം, നീ കൊടുക്കോ? ഇല്ല. കാരണം വിലമതിക്കപ്പെട്ട കോടിക്കണക്കിന് വിലയുള്ള ഒരു സാധനം നിന്റെ ശരീരത്തിൽ ഓടുന്നുണ്ട്. ഹൃദയവും ഹാർട്ടും ഇതൊക്കെ പമ്പ് ചെയ്യുന്നത് അത് വലിയ അനുഗ്രഹമാണ് വൈ. അത് നിനക്ക് ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ജോലിക്ക് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് അള്ളാഹുവിനോട് ആദ്യം ആരോഗ്യമാണ് ഏറ്റവും വലിയ നിഅമത്ത്, വലിയ അനുഗ്രഹം. നിനക്ക് പൈസ കൊടുത്താലും നിനക്ക് ആരോഗ്യം കിട്ടില്ല. പൈസകളിൽ എത്ര ആൾക്കാർ അറ്റാക്ക് ആയി മരിക്കുന്നുണ്ട് 35-47 വയസ്സിൽ. അപ്പോൾ പൈസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ആരോഗ്യത്തെ സംരക്ഷിക്കില്ല. പൈസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സമാധാനം വിലക്ക് മേടിക്കാനും പറ്റില്ല. പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നല്ലൊരു വിശ്വസ്തനായ ഒരു സുഹൃത്തിനെ വിലക്ക് മേടിക്കുന്നത് നിനക്ക് ലഭിക്കില്ല. അപ്പൊ പൈസ മാത്രല്ല, പൈസ ഉണ്ട് പൈസ ഇല്ല വിഷമിക്കണ്ട. അറിഞ്ഞു വരുന്നത് ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ടോ. നീ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. കിട്ടില്ലെങ്കിൽ നീ മറ്റുള്ളവനെ നോക്കി അവനെ പറ്റി ആയില്ല കമ്പയർനെസ് ചെയ്ത് അവനും വിഷമമുണ്ട്, അവനും ടെൻഷൻ ഉണ്ട്, അവൻ പറയില്ല, അവൻ മെറ്റീരിയൽ, അവന് പൈസന്റെ ഇതിൽ അവന് ഷോ ഓഫ് ചെയ്യുകയാണ്. അപ്പൊ ഹൃദയത്തിന്റെ ഉള്ളിൽ നിനക്ക് നോക്കാൻ കഴിയില്ല. അപ്പൊ പറഞ്ഞു വരുന്ന ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യം നിർത്താണ്. അതായത് ഒരു മുക്കുവൻ എന്ന് പറഞ്ഞാൽ കടൽ കയറത്ത് മീൻ പിടിക്കുന്ന ആളാണ് മുക്കുവൻ. അവനിങ്ങനെ മീൻ പിടിക്കുന്നു, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ആ മീനിനെ കച്ചവടം ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരു മാനേജർ, ഒരു ബിസിനസ് മാൻ കോട്ടൊക്കെ ഇട്ടിട്ട് അവൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, നിനക്ക് എൻ്റെ മാനേജർ ആവാൻ പറ്റുമോ? ഞാൻ ഒരുപാട് പൈസ തരാം നിനക്ക്. അപ്പോൾ അവൻ പറഞ്ഞു, എന്ത് ആവശ്യം? അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഞാൻ നിനക്ക് ഇപ്പോൾ മാനേജറായ ഒരുപാട് പൈസയും കിട്ടും, നിന്റെ അണ്ടറിൽ കുറേ മാനേജർ വരും, അപ്പം നിനക്ക് കൂടുതൽ പൈസ ഒക്കെ തരും. അപ്പോൾ പറഞ്ഞു അങ്ങനെ എനിക്ക് അതിൽ താല്പര്യമില്ല. അപ്പോൾ ഇയാൾ അത്ഭുതപ്പെട്ടു. ഞാൻ ഓരോ ആൾക്കാർ ഇങ്ങനെ അതിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി പൈസ കൊടുത്താൽ ഇവന് വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരുപാട് മാനേജറെ കിട്ടും, പൈസ കിട്ടും, അതുകൊണ്ട് എനിക്കെന്താണ് കിട്ടുന്നത് തിരിച്ചയാൾ ചോദിച്ചു. നിനക്ക് അതിന് പൈസ വരുമ്പോൾ കൂടുതൽ നല്ല വീട് കിട്ടും, നല്ല കാറ് കിട്ടും, പിന്നെ നിനക്ക് നീ വിചാരിച്ച പോലെ നിന്റെ അണ്ടറിൽ മാനേജറൊക്കെ വരും. ഓക്കെ, അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇങ്ങനെ ജോലി ചെയ്യേണ്ട, റെസ്റ്റിങ് ചെയ്യുക, പിന്നെ നിനക്ക് ഇവിടെ ഇരുന്ന് മീൻ ഇങ്ങനെ ടെൻഷൻ ഇത് പിടിക്കുക. അപ്പോൾ അയാൾ പറഞ്ഞെന്തറിയോ, അതൊക്കെയല്ലേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വീടുണ്ട് അവിടെ, വീടുണ്ട്, എൻ്റെ കുട്ടികൾക്ക് ഞാൻ ഈ മീൻ പിടിച്ചിട്ട് ഞാൻ
കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതന്നല്ലേ എനിക്ക് സമാധാനമുണ്ട്. ഇപ്പോൾ മാനേജർ അണ്ടറിൽ കുറേ വന്നാൽ അതിൻ്റെ ആവശ്യം എനിക്കില്ല. കാരണം എനിക്ക് അൽഹംദുലില്ലാ റബ്ബ് തരുത്തിട്ട് അതിലുള്ള കച്ചവടം തരുന്നുണ്ട്, ഞാൻ മക്കളെ പോറ്റുന്നുണ്ട്, നല്ല റെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ സന്തോഷം സമാധാനം ഉള്ളത് നമുക്ക് എന്താണോ കയ്യിലുള്ളത് അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും സംതൃപ്തിപ്പെട്ട് അതിൻ്റെ അനുഗ്രഹം അള്ളാഹുവിനോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ സമാധാനം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ സമാധാനം അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിജയം. അത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുക ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ബിസിനസ് മാൻ ആവണ്ട എന്നല്ല, ട്രൈ ചെയ്യുക. നമ്മൾ മാക്സിമം നമ്മളെ സ്കില്ല് എവിടെയാണ് അത് ഉപയോഗപ്പെടുത്തുക. അത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വിഷമിക്കണ്ട, ഇൻഷാ അള്ളാഹ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചിന്തിക്കാൻ ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്ത് കംപ്ലൈൻറ്റ് ചെയ്യാതെ റീൽസ് നോക്കി വിഷമിക്കാത്ത മനസ്സില്ലാതെ നല്ലൊരു ജീവിതം എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.